ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കരുണയെ പരിശോധിച്ച് ഡോക്ടർ എലിസബത്ത് കരുണ ഗർഭിണിയാണെന്ന് പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശിക്കോ കരുണയ്ക്കോ അത് കേട്ട് വലിയ സന്തോഷം തോന്നുന്നില്ല. കാരണം ഉണ്ണിയും ദുർഗയും സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ കരുണയും ഉണ്ണിയുടെ ജീവിതത്തിൽ നിന്നും തള്ളിക്കളയും എന്നുള്ള കാര്യം ഉറപ്പാണ്. തുടർന്ന് മഹാലക്ഷ്മിയെ സ്റ്റെയർ കേസിൽ നിന്നും തള്ളിയിട്ട് ആ കൊടും ക്രൂരത ചെയ്ത കരുണയ്ക്കും മുത്തശ്ശിക്കും വയറ് നിറച്ച് കൊടുക്കുന്നുണ്ട് ഡോക്ടർ എലിസബത്ത്. മഹാലക്ഷ്മിക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചാൽ കണ്ണൻ വെറുതെ ഇരിക്കില്ല എന്നും നീ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ എന്നും ഡോക്ടർ പറയുന്നുണ്ട്. ഇനി ചികിത്സയ്ക്കാണെന്നും പറഞ്ഞ് എൻ്റെ മുന്നിലേക്ക് വരണ്ട, വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളാമെന്നും പറഞ്ഞ് ഡോക്ടർ എലിസബത്ത് അവരുടെ നേരെ പൊട്ടിത്തെറിക്കുന്നു. പിന്നീട് കരുണയെ കണ്ട് നല്ലത് പറയാനായിട്ട് കാത്തിരുന്ന മഞ്ജു ആണെങ്കിൽ അവിടെ വെച്ച് കരുണയും മുത്തശ്ശിയും കാണുന്നതും അവരെ രണ്ടുപേരെയും വലിച്ചു കയറുന്നുണ്ട്. തുടർന്ന് മഞ്ജു ആണെങ്കിൽ കരുണയെ തല്ലാനായിട്ട് കൈ ഓങ്ങുന്നതും മോളെ തല്ലല്ലേ, മോളെ അമ്മയാകാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി മഞ്ജുവിനെ തടയുന്നു. ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാനുള്ള എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? നിൻ്റെ കുഞ്ഞിനെ നോക്കാൻ കഴിയാതെ നീ ആ കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനും മടിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മഞ്ജു. ശേഷം നിൻ്റെ ആദ്യത്തെ കുഞ്ഞിനെ നീയും നിൻ്റെ മുത്തശ്ശിയും അച്ഛനും ചേർത്താണ് ഇല്ലാതാക്കിയത്. ഈ കുഞ്ഞിനെയെങ്കിലും അങ്ങനെ സംഭവിക്കാതെ നോക്കുക എന്ന് മോഹിനിയും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കരുണയോട്. തുടർന്ന് മഹാലക്ഷ്മിക്കും കുഞ്ഞിനും കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് തിരക്കുന്ന മുത്തശ്ശിയോട് അതറിയാനാണോ നിങ്ങൾ ഇവിടെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്? എങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വാർത്തയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏട്ടത്തേക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിൻ്റെ അച്ഛനെ ജയിലിലേക്ക് പറഞ്ഞു വിട്ടതുപോലെ നിന്നെയും കണ്ണനേട്ടൻ ജയിലിലേക്ക് പറഞ്ഞു വിടുമെന്ന് പറയുന്നുണ്ട് കേട്ടോ മഞ്ജു. തുടർന്ന് മുത്തശ്ശിയാണെങ്കിൽ ഇനി ഉണ്ണിയുമായിട്ട് യോജിച്ചു പോകാൻ നോക്കുക എന്നെല്ലാം കരുണയെ ഉപദേശിക്കുമ്പോൾ എങ്കിൽ പിന്നെ കുഞ്ഞിനെയും കുഞ്ഞിൻ്റെ അച്ഛനെയും ഒരുമിച്ച് ഇല്ലാതാക്കിയാലോ എന്ന് കരുണ ക്രൂരത പറയുമ്പോൾ അതൊക്കെ ദൈവദോഷമാണെന്നും കാത്തിരുന്നാണ് മോൾക്കിപ്പോൾ അമ്മയാകാൻ സാധിച്ചത്. ഇനി മോൾക്ക് അമ്മയാകാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല എന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. ജീവിച്ചിരിക്കുന്നവർ മരിക്കുന്നതിനേക്കാൾ ദോഷമാണ് വയറ്റിലുള്ള കുഞ്ഞ് അലസി പോകുന്നത് എന്നെല്ലാം മുത്തശ്ശി ഉപദേശിക്കുന്നുണ്ട് കരുണയെ. അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് കണ്ണൻ വരുന്നത്. കണ്ണനെ കണ്ട് ഭയന്ന് വിറയ്ക്കുന്നുണ്ട് മുത്തശ്ശിയും കരുണയും. തുടർന്ന് നീ എന്തിനാ ഇവിടേക്ക് വന്നത്? നിൻ്റെ മുഖം കാണാൻ പോലും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരാതിരുന്നതെന്ന് കണ്ണൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുമ്പോൾ മോൾ അമ്മയാകാൻ തയ്യാറെടുക്കുകയാണെന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. ചേച്ചിയെ തള്ളിയിട്ട് നീ അമ്മയാകാൻ പോവണല്ലേ? ഇനിയാണ് നീയും ഇവരും നിൻ്റെ അച്ഛനും ഒക്കെ ശരിക്കും അനുഭവിക്കാൻ പോകുന്നത്. മഹാലക്ഷ്മിക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി നീ ചെയ്ത ക്രൂരതയ്ക്ക് മാത്രം മാപ്പില്ല. പിന്നെ ഉണ്ണി ഇതറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നിൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി അവൻ തന്നെ പൊട്ടിച്ചു കളയും. സ്വന്തം കുഞ്ഞാണ് നിൻ്റെ വയറ്റിൽ വളരുന്നത് എന്നൊന്നും അവൻ ചിന്തിക്കില്ല. പിന്നെ മഹാലക്ഷ്മിയെ താഴേക്ക് തള്ളിയിട്ട് നിനക്ക് നിൻ്റെ അച്ഛനോടൊപ്പം ജയിലിൽ പോയി കിടക്കാം എന്നെല്ലാം കണ്ണനെ ഞെട്ടിക്കുന്ന ശിക്ഷ കേട്ട ഭയന്ന് വിറയ്ക്കാണ് മുത്തശ്ശിയും കരുണയും. ശേഷം മോൾ ഈ സമയത്ത് ഇങ്ങനെയൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല മോളെ, ഇനിയിപ്പോൾ എന്താ വരുന്നതെന്ന് വെച്ചാൽ അനുഭവിക്കാനേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി വിഷമിക്കുന്നു. പിന്നീട് പ്രതാപൻ വാമനോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് ഇനി ഇവിടെ നിന്ന് ഒരു മോചനം ഉണ്ടാവില്ല അല്ലേ വാമേട്ട എന്ന് ചോദിക്കുമ്പോൾ ഇതൊരു സാധാരണ ആക്സിഡൻ്റായിട്ട് കോടതി വിധി എഴുതും. സമനില തെറ്റിയ സമയത്ത് നീ വിളിച്ചു പറഞ്ഞതൊന്നും കോടതിയിൽ തെളിവായിട്ട് നിലനിൽക്കില്ല. ജയിലിൽ പോകാതിരിക്കാൻ നമ്മളാൽ കഴിയുന്നതൊക്കെ ചെയ്യണം. കണ്ണന് കോടതിയിൽ നമ്മുടെ മേലുള്ള കുറ്റം തെളിയിക്കാൻ കഴിയരുത് എന്നെല്ലാം പറയുന്നുണ്ട് വാമൻ. പിന്നീട് പ്രതാപനെ ജാമ്യത്തിൽ എടുക്കാനായിട്ട് ഒരു വക്കീലിനെയും കൂട്ടി കരുണയും മുത്തശ്ശിയും സ്റ്റേഷനിലെത്തുന്നു. ജാമ്യാപേക്ഷ പരിശോധിക്കുന്ന SI ആണെങ്കിൽ സ്റ്റേഷൻ ജാമ്യം അനുവദിക്കാൻ കഴിയില്ല എന്നും കണ്ണൻ ഇവിടെ മാത്രമല്ല അങ്ങ് മുകളിലും നല്ല സ്വാധീനമാണുള്ളത്. കണ്ണൻ്റെ അച്ഛനെയാണ് അയാൾ ലോറി ഇടിപ്പിച്ചു കൊന്നത്, അതും 20 വർഷങ്ങൾക്ക് മുൻപ്. മാത്രമല്ല ആ ആക്സിഡൻറ്റിൽ കണ്ണൻ്റെ അരയ്ക്ക് താഴോട്ട് തളരുകയും ചെയ്തു. ഉടനെ തന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്നും അവിടെ നിന്ന് ജാമ്യം കിട്ടുമോ എന്ന് ശ്രമിക്കാനും SI പറയുന്നുണ്ട്. അത് കേട്ട് വല്ലാതാവുന്നുണ്ട് കേട്ടോ കരുണയും മുത്തശ്ശിയും. പിന്നീട് ഡോക്ടർ എലിസബത്ത് കണ്ണനെ മുറിയിലേക്ക് വിളിപ്പിക്കുന്നു. എന്നിട്ട് കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പൊന്നും പറയാൻ കഴിയില്ല എന്നും രണ്ടുപേരിൽ ആരെയെങ്കിലും രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിലച്ചു പോകുന്ന അവസ്ഥയിലാണ്. ഇനി കുഞ്ഞിനെ പുറത്തെടുക്കുക എന്ന് മാത്രമാണ് ഏക പോംവഴി. ഉടൻ തന്നെ മഹാലക്ഷ്മിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റും എന്ന് ഡോക്ടർ പറയുമ്പോൾ മഹിക്കും കുഞ്ഞിനും കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് കഴിയാവുന്നതിൻ്റെ മാക്സിമം ഞങ്ങൾ നോക്കുന്നുണ്ടെന്നും ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണെന്നും ഡോക്ടർ പറയുന്നുണ്ട്. കണ്ണനും ദൈവത്തിനോട് പ്രാർത്ഥിക്കാനും ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഹാലക്ഷ്മിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് കണ്ട് മോഹിനിയും മഞ്ജുവും കണ്ണനും എല്ലാം ചങ്ക് തകർന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണേട്ടൻ വിഷമിക്കേണ്ട, എനിക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹി കണ്ണനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഓപ്പറേഷനായിട്ട് പോകുന്നതിന് മുൻപായിട്ട്. ശേഷം കണ്ണനാണെങ്കിൽ മഹിക്കും കുഞ്ഞിനും
ഒന്നും വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒറ്റപ്പെട്ട അയ്യപ്പ ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട്. അവിടെ വെച്ച് സിദ്ധിയായിട്ടുള്ള അമ്മ കണ്ണൻ്റെ അടുത്തേക്ക് വരുന്നു. എല്ലാം ഞാൻ അറിയുന്നുണ്ട് മോനെ എന്ന് അമ്മ പറയുമ്പോൾ, അയാൾക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ലല്ലോ അല്ലേ അമ്മയെന്ന് കണ്ണൻ തിരിച്ചു ചോദിക്കുമ്പോൾ, കാര്യങ്ങൾ കുറച്ച് പ്രയാസമാണ്, എങ്കിലും അയ്യപ്പ ഭഗവാന്റെ മുൻപിൽ മനസ്സുരുകി പ്രാർത്ഥിച്ചോളൂ. ഞാനും മഹാലക്ഷ്മിക്ക് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാത്തിനൂടിൽ മഹാലക്ഷ്മി നല്ലൊരു കുഞ്ഞിന് തന്നെ ജന്മം നൽകും. പിന്നെ ഞാൻ തന്ന അയ്യപ്പ വിഗ്രഹമില്ലേ മഹാലക്ഷ്മി, മോൻ്റെ തറവാട്ടിലെ പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന അയ്യപ്പ വിഗ്രഹം, ആ അയ്യപ്പ ഭഗവാന്റെ മുന്നിൽ ചെന്ന് നിന്ന് മോൻ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണം. ജീവനുള്ള അയ്യപ്പ വിഗ്രഹമാണത്, ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. അയ്യപ്പ സ്വാമി നിങ്ങൾ 2 പേർക്കും നല്ലതേ വരുത്തൂ എന്നും അമ്മ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമ്മ പറഞ്ഞത് പ്രകാരം കണ്ണൻ കമലേശ്വരത്തെ പൂജാമുറിയിലെത്തി അയ്യപ്പ ഭഗവാന്റെ മുന്നിൽ നിന്നും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തായാലും അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ കണ്ണൻ തിരിച്ച് ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും മഹാലക്ഷ്മിക്ക് കുഞ്ഞിന് ഒന്നും സംഭവിക്കുന്നില്ല. മാത്രമല്ല മഹാലക്ഷ്മി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന ഇന്നത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്